ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ നിന്നെത്തിച്ച പെൺകുട്ടിയെ കോഴിക്കോട് JDT ഹോസ്റ്റലിൽ നിന്ന് കാണാതായതിൽ ഗുരുതരാരോപണവുമായി CWC. പെൺകുട്ടിയെ ദുരന്തത്തിന് ശേഷം പുനരധിവസിപ്പിച്ചത് JDT ഹോസ്റ്റലിൽ കുട്ടികൾ മാനസിക പീഡനം നേരിടുന്നതായാണ് പരാതി. കഴിഞ്ഞ ദിവസം ചൂരൽമലയിലെ പെൺകുട്ടിയെ അടക്കം 3 പേരെ ഹോസ്റ്റലിൽ നിന്ന് കാണാതായിരുന്നു. മംഗലാപുരത്ത് നിന്നായിരുന്നു പിന്നീട് പെൺകുട്ടികളെ കണ്ടെത്തിയത്. പരാതി ഉയരുന്നതോടെ വിഷയത്തിൽ ഇടപെട്ട CWC ഹോസ്റ്റലിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി. കുട്ടികൾ മിസ്സാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് കുട്ടികൾ വിശദമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അവർക്കൊരു കിട്ടേണ്ടിയിരുന്ന കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതുപോലെ ചികിത്സ, പിന്നെ അവരോടുള്ള വിവേചനം, പിന്നെ അവിടുത്തെ താമസ സൗകര്യത്തിലുള്ള അപാകതകൾ, പിന്നെ അവിടുത്തെ ജീവനക്കാരുടെ അവരെ സംരക്ഷിക്കുന്നവരിൽ നിന്നുള്ള അവർക്ക് ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ മുതലായ കാര്യങ്ങൾ അവർ എഴുതി തന്നിട്ടുണ്ട്. അത് വാസ്തവമുണ്ട് എന്ന് തന്നെയാണ് CWCയുടെ അഭിപ്രായം. കുട്ടികൾ എഴുതി തന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുകയും അവരിൽ നിന്ന് അന്വേഷണ റിപ്പോർട്ട് വാങ്ങി തുടർ നടപടികൾ ഉണ്ടാവും. വിവരങ്ങളുമായി VS രഞ്ജിത്താണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഹോസ്റ്റലിനെതിരെ, JDT ഹോസ്റ്റലിനെതിരെ ഉയരുകയാണ്. മാനസിക പീഡനം അവിടെ പാർപ്പിക്കുന്ന കുട്ടികൾ നേരിടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒളിച്ചോട്ടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന പരാതിയാണ് ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചെത്തിയ കുട്ടിക്ക് നേരെ ഈ വിധത്തിലുള്ള അതിക്രമം ഉണ്ടായി, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള മാനസിക പീഡനം ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നല്ല ഈ പരാതിയിൽ പറയുന്നത്. എങ്ങനെയാണിപ്പോൾ CWCയുടെ ഇടപെടലുകൾ? പിന്നിൽ അതീവ ഗുരുതരമായ ആരോപണമാണ് CWC ചെയർമാൻ തന്നെ നേരിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. CWC ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 3 പെൺകുട്ടികൾ ഈ ഹോസ്റ്റലിൽ JDT ഹോസ്റ്റലിൽ നിന്ന് കാണാതാവുന്നത്. ഈ 3 പേരിൽ 2 പേർ മംഗലാപുരം ഭാഗത്തേക്ക് കടന്നു കളയുകയും ഒരാൾ വീട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഈ ചൂരൽമല ദുരന്തത്തിന് ശേഷം അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിൽ, പുനരധിവസിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിൽ അച്ഛനൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് ഇവിടെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. അതിൽ ആ കുട്ടിയാണ് മംഗലാപുരം ഭാഗത്തേക്ക് കടന്നു കളഞ്ഞത്. പിന്നീട് പോലീസൊക്കെ എത്തി അവരെ കണ്ടെത്തുകയും ചെയ്തു. അവരെ കണ്ടെത്തിയപ്പോൾ CWCയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. CWCക്ക് മുമ്പാകെ കുട്ടികൾ നൽകിയ പരാതിയും മൊഴിയുമാണ് ഇപ്പോൾ വലിയ ഗുരുതരമായ ആരോപണങ്ങളുള്ളത്. CWC തന്നെ പറയുന്നത് ഇത്തരം ഹോസ്റ്റലുകൾ നടത്തണമെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ ഈ ഹോസ്റ്റലിനില്ല. മാത്രവുമല്ല, ആ ഹോസ്റ്റലിൽ ജീവനക്കാർ വളരെ ഗുരുതരമായ രീതിയിൽ കുട്ടികളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. അവർക്ക് മാനസികമായി ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ ശാരീരികമായും അവരെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു റൂമിൽ 10ഉം 24ഉം കുട്ടികൾ ഒരുമിച്ച് കിടന്നുറങ്ങുകയും അവരെ വളരെ കൺജസ്റ്റഡ് ആയിട്ട് അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നു. മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അവർക്ക് ചികിത്സ കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ ഹോസ്റ്റൽ അധികൃതർക്ക് വിവേചനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചൂരൽമല ദുരന്തത്തിന് ശേഷം കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലാണോ എന്നുള്ള ചോദ്യവും കൂടിയുണ്ട്. ഏതായാലും CWCയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എന്തെങ്കിലും. ഈ ഹോസ്റ്റലിനെതിരെ ഇത് ആദ്യമായാണ് ഈ ഒരു പരാതി വരുന്നത്. സമാനമായ പരാതികൾ ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ഈ ഹോസ്റ്റലിനെതിരെ പരാതി ഉണ്ടാവാതിരിക്കാനുള്ള കാരണം, ഒന്ന്, ഇത് CWC പോലുള്ള ഒരു ഏജൻസി, സർക്കാർ ഏജൻസിയുടെ നിരീക്ഷണത്തിലല്ല. JJ രജിസ്ട്രേഷനുള്ള ഇത്തരം ഹോസ്റ്റലുകളാണെങ്കിൽ, അനാഥാലയങ്ങളോ ഹോസ്റ്റലുകളോ ഒക്കെ ആണെങ്കിൽ അവിടെ CWC നിരന്തരമായിട്ടുള്ള സന്ദർശനം നടത്തുകയും കുട്ടികളിൽ നിന്ന് മൊഴിയെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികളെ ആ രീതിയിൽ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ നിരീക്ഷണമോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെതിരെ പരാതികളില്ല. പക്ഷേ CWC പറയുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താൻ പോലീസിനോ CWCക്കോ സാധിക്കാത്തത് ഇവർ രജിസ്ട്രേഷൻ എടുക്കാത്തതാണെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഹോസ്റ്റലുകൾ കോടതിയിൽ പോയി JJ രജിസ്ട്രേഷൻ വേണ്ട എന്ന രീതിയിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ സംവിധാനത്തിൽ എൻഫോഴ്സ്മെന്റ് സാധ്യമാവാത്തത്.